നീ ഒരു കാര്യം ആലോചിക്കുക. നീ ഒരു ലോട്ടറി എടുത്തു. അപ്പോൾ ലോട്ടറി എടുക്കുമ്പം ഒരു സാധാരണ മനുഷ്യൻ എന്തായാലും വിചാരിക്കുക ആ ലോട്ടറി തനിക്ക് അടിക്കുന്ന അല്ലേ. അപ്പം എന്താ വിചാരിക്കുക, ഇപ്പം ഒരു 5 കോടീൻ്റെ ലോട്ടറി എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്വപ്നം കാണാൻ തുടങ്ങും. അല്ലാണ്ട് പ്രത്യേകിച്ച് ഇന്നെപ്പോലെ ഒരാൾ, ബാക്കിയുള്ളവരുടെ കാര്യം സ്വപ്നം കാണും, പക്ഷെ ഞാൻ കുറച്ച് ഓവറായിട്ട് സ്വപ്നം കാണുന്ന ഒരാളാണ്. അതായത് ഇപ്പം ഒരു ലോട്ടറി അടിക്കുകയാണെങ്കിൽ നമ്മളിപ്പം വീട് വാങ്ങുക, അല്ലെങ്കിൽ കാറ് വാങ്ങുക, നമ്മളെ ലൈഫ് സ്റ്റൈൽ കുറച്ചും കൂടി ഗംഭീരമാക്കാൻ തന്നെ തോട്ട് പ്രോസസ്സിലാണ് എല്ലാവരും പോവുക. ലോട്ടറി അടിക്കൂല, സ്വപ്നം കാണുന്നതിന് ലിമിറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം ഇതേപോലെ കുറേ സ്വപ്നം കണ്ട കുറേ ആൾക്കാരെ, ഏകദേശം ഒരു 8 ലക്ഷത്തിൽ പല ആൾക്കാരെ ഒരു ബ്രാൻഡ് നല്ല രീതിക്ക് പറ്റിച്ചിട്ടുണ്ട്. ആ സ്റ്റോറിയാണ് ഞാൻ എന്നോടൊന്ന് പറയാൻ പോകുന്നത്. പെപ്സി എന്ന് തന്നെ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ബ്രാൻഡ് ഗ്ലോബലി അത്രക്കും റീച്ച് കിട്ടിയ ഒരു ബ്രാൻഡാണ്. ഇപ്പോൾ ഈ പെപ്സി കുടിക്കാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ റെയർ ആയിരിക്കും. അതേപോലെ തന്നെ ഈ പെപ്സിയും കൊക്കക്കോളയും തമ്മിലുള്ള ബ്രാൻഡ് വാർ അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണെങ്കിലും ബ്രാൻഡ് ക്യാമ്പയിൻസ് ആണെങ്കിലും പലതിലും എങ്ങനെ അവരുടെ ഓപ്പോണൻസിനെ എങ്ങനെ തോൽപ്പിക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ ഓരോക്കാട്ടും എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കാൻ തന്നെ ഒരു കൺസെപ്റ്റേ അവർ വിചാരിക്കാറുള്ളൂ. അപ്പം ഫിലിപ്പീൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താ പറയുക, കൊക്കക്കോളക്കായിരുന്നു ഡോമിനൻസ് ഒരു ടൈമിൽ. അപ്പം അത് കണ്ടപ്പം പെപ്സിക്ക് ഭയങ്കരമായിട്ട് അത് ഈഗോ അടിച്ചതിൻ്റെ ഒരു പ്രശ്നത്തിൻ്റെ പുറത്ത് അവർ എന്താ വെച്ച് അവിടെ എങ്ങനെയെങ്കിലും ഒരു ഡോമിനൻസ് വെക്കുക.